സാർ, നേതൃമാറ്റം എന്ന് കേൾക്കുമ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് കലാപാന്തരീക്ഷമാണ്. മാറും മാറില്ല, ഈ രണ്ടവസ്ഥയിലേക്കാണ്. മാറണമെന്ന് ഒരു പക്ഷം പറയുന്നു, മാറണ്ടെന്ന് അത് മാറണമെന്ന് പരസ്യമായിട്ടും പറയുന്നില്ല. ഇപ്പോൾ കോൺഗ്രസ്സിൽ സുധാകരനെ വെട്ടണമെന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് ഒരു പക്ഷം നിൽക്കുന്നത്. കേന്ദ്ര നേതൃത്വം ഏതാണ്ട് ആ മാനസികാവസ്ഥയിൽ. എന്താകും കോൺഗ്രസിൻ്റെ മുന്നോട്ട് പോക്ക്? അല്ല, കോൺഗ്രസ്സിൽ സ്ഥിരമായി ഈ ഗ്രൂപ്പ് യുദ്ധം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൈൻഡിങ് ഫോഴ്സാണ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചാലകശക്തിയാണ്. അതില്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ കോൺഗ്രസിൻ്റെ വാർത്തകൾ പോലും കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ കോൺഗ്രസ്സിന് വാർത്ത ഉണ്ടാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ജനിതകമായ ഒരു ക്യാരക്ടറായിട്ട് അതിനെ നമ്മൾ കണക്കാക്കിയാൽ മതി. അതത്ര മോശമായിട്ടും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. അത് അവരുടെ പ്രവർത്തനം അതിൽ കേന്ദ്രീകരിച്ച. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ സുധാകരനെ അതിൻ്റെ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം CPM മുട്ടാൻ കരുത്തുള്ള ഒരാൾ അത് സുധാകരനാണ് എന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ താഴെ തട്ടിലുള്ള അണികളൊക്കെ ഈ സുധാകരൻ KPCC പ്രസിഡൻ്റായിട്ട് വന്ന സമയത്ത് ആവേശഭരിതരായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം അത് CPM വെല്ലുവിളിക്കാൻ നമുക്ക് അതുമാതിരത്തെ ഒരാൾ വേണം, ഒരു മസിൽ പവർ തന്നെ വേണം. ഈ മസിൽ പവർ അദ്ദേഹം എക്കാലത്തും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിനകത്ത് സുധാകരനെ മാറ്റി മുന്നോട്ട് പോകേണ്ട ഒരു നേതൃത്വത്തെക്കുറിച്ചാണ് VD സതീശൻ അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ VD സതീശനും സുധാകരനും തമ്മിലുള്ള ഒരു യുദ്ധം അതിശക്തമായിട്ട് മുറുകുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെ രൂപീകരണത്തിന് സഹായകരമായി തീരാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സതീശന് എതിരായിട്ടുള്ള ആളുകളെല്ലാവരും സുധാകരനെ മാറ്റണ്ട എന്ന് പറയുന്നൊരു സ്ഥിതി ഉണ്ടാകുക. സതീശനെ അനുകൂലിക്കുന്നവരെല്ലാം സുധാകരനെ മാറ്റണം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: സുധാകരൻ അത്ര എഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ്. മാത്രമല്ല, സുധാകരൻ പ്രസൻറ്റബിളും അല്ലേ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കൂടി ആരോപിക്കുന്നത് അതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതുസ്വഭാവമാണ്. അവർക്ക് ആരെയാണോ മാറ്റേണ്ടത് എന്ന് തോന്നുന്ന സമയത്ത് ആരോഗ്യം മോശമായി, ആരോഗ്യം തീരെ പെരുങ്ങലിലാണ്, ഇങ്ങനെ കൊണ്ട് പോകുന്നത് തന്നെ വലിയ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്, മ്യൂസിയം പീസുകളാക്കി മാറ്റി മൂലക്കിരുത്തുന്നത്. അതിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ഇവിടെ VSൻ്റെ കാര്യത്തിൽ അതങ്ങനെ തന്നെ സംസാരിച്ചിരുന്നതാണ്. പലരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ CPM ഇപ്പോൾ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടായി കഴിഞ്ഞു. 75 കഴിഞ്ഞവർ പുറത്താകണം എന്നുള്ളത്. വേറെ ചർച്ചയൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയിലാണ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പ്രബലമായി. കാരണം ഈ പാർട്ടി കോൺഗ്രസ്സോടുകൂടി നിരവധി നേതാക്കളാണ് 75 കടന്നവർ പുറത്തായത്. ഒരിക്കലും മുമ്പ് CPM അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ CPM അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് എടുത്തു. അതൊരു വാക്വം സൃഷ്ടിക്കുന്നുണ്ട്. അത് ഒരു വാക്വം ഉണ്ടാക്കും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ടാം നിരയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ CPM സംഭവിച്ചില്ല. അതാണ് CPM ഇപ്പോൾ ഒരു വാക്വം ഫീൽ ചെയ്യുന്നത്. അത് പക്ഷേ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ശരിയാവരും. പക്ഷേ കോൺഗ്രസ്സിന് ഒരു രണ്ടാം നിര അവർ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ട് വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. കോൺഗ്രസ്സിന് അതുകൊണ്ട് ലീഡർഷിപ്പിൽ വലിയ പോരായ്മകളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആവശ്യത്തിന് ലീഡേഴ്സിനെ അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു രണ്ടാം നിര നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സുധാകരൻ മാറ്റുമ്പോൾ അതിൻ്റെ അകത്തുള്ള ജാതി സമവാക്യങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാകാം. അതാണിപ്പോൾ അത് അവിടെ നേരിടുന്ന ഒരു വലിയ വിഷയം തന്നെ. സുധാകരനെ മാറ്റുന്നതും അതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു വലിയ ബേസ് വോട്ട് എന്ന് പറഞ്ഞതിനിടയിൽ ക്രൈസ്തവ വോട്ടുകളാണ്. ക്രൈസ്തവ വോട്ടുകളും മുസ്ലിം വോട്ടുകളുമാണ് അവരുടെ ബേസിക് വോട്ടുകളായിട്ട് അവർ എപ്പോഴും കണക്കാക്കുന്നത്. അതിനോടൊപ്പം കുറച്ച് ഈഴ വോട്ടുകളും കുറച്ച് നായർ വോട്ടുകളും, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ആ പ്രൊപ്പോർഷനിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകും. ഉമ്മൻചാണ്ടിയുടെ കാലത്തിന് ശേഷം ഉണ്ടായ ഒരു വലിയ വാക്വം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് കോൺഗ്രസിനെ സമീപിക്കാനായിട്ട് കോൺഗ്രസ്സിലൊരു അത്താണിയില്ല എന്നുള്ളതാണ്. മറ്റെന്ത് പ്രശ്നം ചെന്ന് അവർക്ക് പറയാനായിട്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി KM മാണിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് രണ്ടും UDF ഇപ്പോൾ ഇല്ലാത്ത ഒരു കാലമാണ്. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ക്രൈസ്തവ ലീഡർഷിപ്പ് അതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ക്രൈസ്തവരെ ചാക്കിട്ട് കൊണ്ടുപോകാൻ വേണ്ടി BJP മറ്റൊരു വശത്തൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാണാം അല്ലേ. ക്രിസ്മസ് ആവുന്ന സമയത്തൊക്കെ ഏതാണ്ട് എല്ലാ അരമനകളിലേക്കും BJPയുടെ ഘോഷയാത്രകൾ പോകുന്നതാണ് കേക്കുമായിട്ട്. അങ്ങനെ അവരെ ഒരുമിച്ച് അതിൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അവരങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കുറേ വിജയമാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്ന സംഭവവികാസങ്ങളിൽ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിൽ
കുറച്ച് ക്രിസ്ത്യാനികളെങ്കിലും UDF വിട്ടു പോകുന്ന ഒരു കാഴ്ച ഉണ്ടായി. മാത്രമല്ല 50 പേര് ഒറ്റയിരിപ്പിനെ BJPക്കാരായി എന്ന് പറഞ്ഞ വാർത്തയാണ് മുനമ്പത്ത് നിന്ന് വന്നത്. മുനമ്പം വിഷയത്തിൽ പക്ഷേ നേരത്തെ BJP മുന്നോട്ട് കൊണ്ടുപോയ ആ നിലപാട് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം വഖഫ് ബില്ല് പാസ്സായി, വഖഫ് ബില്ല് കൊണ്ട് മുനമ്പത്തെ പ്രശ്നം തീരില്ല എന്നുള്ള കാര്യം കിരൺ റിജ്ജു തന്നെ വന്ന് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞോടെ അതിൽ BJPക്ക് ഉണ്ടായ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോയാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രശ്നം അപ്പോഴും തീരുന്നില്ല. കോൺഗ്രസ്സിന് ഒരു ലീഡർഷിപ്പ് വേണം. ആ ലീഡർഷിപ്പിലേക്ക് ക്രൈസ്തവ നേതൃത്വത്തിന് സ്വീകാര്യമായ ഒരാൾ വരികയും ചെയ്യണം. അതിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സുധാരണ മാറ്റിയുള്ള വിഷയം എന്താണ്? സുധാരണ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള വിഷയം ഈഴവരുടെ പ്രശ്നമാണ്. ഈഴവരിങ്ങനെ നിലവിളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. കോൺഗ്രസിൽ ഈഴവ ലീഡർഷിപ്പില്ല. ആർ ശങ്കർ ഉണ്ടായിരുന്ന ഒരു കാലമാണ് അല്ലേ? ആർ ശങ്കറിൽ നിന്ന് പിന്നീട് നമ്മൾ ഈ അവസാനം VM സുധീരൻ എന്ന് പറയുന്നതായിട്ടുള്ള നേതാവിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ഒത്തിരി നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ആ നേതാക്കന്മാർക്ക് പകരമായിട്ട് എവിടെ കോൺഗ്രസ്സിലെ ലീഡർഷിപ്പ്? അതിന് പകരമായിട്ട് ചൂണ്ടിക്കാണിച്ചിരുന്ന ആളാണ് സുധാകരൻ. അങ്ങനെ സുധാകരനെയും കൂടി മാറ്റാൻ തീരുമാനിച്ചാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ജാതി സമവാക്യങ്ങളുടെ ഇക്വിലിബ്രിയം, സമതുലിതാവസ്ഥ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ബദലായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പോംവഴി എന്ന് പറയുന്നത് ഒരു ഹൈപ്പവർ കമ്മിറ്റി സംസ്ഥാന തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. സുധാകരനെ മാറ്റാൻ കഴിയില്ല, സുധാകരൻ മാറില്ല എന്ന് പറയുന്നതൊക്കെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ സുധാകരൻ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിലമ്പൂരിൻ്റെ ഉപതെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുകയും ചെയ്യും. സുധാകരൻ പണങ്ങി നിന്നാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നിസ്സഹരിച്ചാൽ തന്നെ അത് കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കും. അതോടുകൂടി പക്ഷേ ഈ ഹൈപ്പവർ കമ്മിറ്റി കൊണ്ടുവരുന്നതിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊണ്ടുവന്നൊരു എന്തായാലും രാഷ്ട്രീയകാര്യ സമിതി ഒരു ജംബോ കമ്മിറ്റി ആയി കഴിഞ്ഞു. ഇത്രയധികം നേതാക്കളെ കൊണ്ട് ഒരു ജംബോ കമ്മിറ്റി ഇരിക്കുമ്പോഴത്തേക്ക് അതിനെ കൊണ്ട് ഒരുമിച്ചൊരു ഏകോപന സ്വഭാവം അതിനുണ്ടാവില്ല. അപ്പോൾ ഒരു ഹൈപ്പവർ കമ്മിറ്റിയെ കൊണ്ടുവന്നാൽ അത് വെച്ച് പാർട്ടിയെ ചലനാത്മകമാക്കാവുന്നൊരു നിലപാടാണ് കേന്ദ്രം ഇപ്പോൾ കൊണ്ടുവരുന്നത്. സുധാകരനെ വെട്ടുകയും ചെയ്യുന്നില്ല, എന്നാൽ ഇങ്ങനെ ഒരു മാർഗവും പയറ്റുന്നു. അല്ല, കേന്ദ്രത്തിൻ്റെ മുന്നിൽ അതൊരു പ്രശ്നമാണ്. കേന്ദ്രത്തിനെ അറിയാം സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാകും. പക്ഷേ സുധാകരനെ വെച്ചുകൊണ്ട് പോകാനും ബുദ്ധിമുട്ടാണ്. കാരണം അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ചലിക്കുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ചലിക്കാതെ വന്നത് ഈ ഗ്രൂപ്പ് സ്തംഭനാവസ്ഥയിലെത്തിയതിൻ്റെ ഫലമായിട്ടാണ്. അത് മാത്രമല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചെന്നിത്തലയും ഒക്കെ എങ്ങനെയാണ് ഈ സംഭവത്തിൽ റിയാക്ട് ചെയ്യുക എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റില്ല. എന്തായാലും ഒരു വേണുഗോപാൽ സതീശൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം അവിടെ ഇങ്ങനെ രൂപപ്പെടുന്ന സമയത്ത് അതിനെതിരായിട്ട് ഇവരുടെ വേറെ സംഘങ്ങൾ രൂപപ്പെടും. ഇത് അതിൻ്റെ അകത്ത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. മാത്രമല്ല, കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും എന്ന് പറയുന്നത് ഈ ഐക്യമില്ലായ്മയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴൊക്കെ അവർ വിജയിക്കാറുണ്ട്. പക്ഷെ അവർ പടലപ്പിണക്കം നടത്തി നിൽക്കുന്ന സമയത്തൊക്കെ അവർ പരാജയപ്പെട്ടുകയും ചെയ്യും. തങ്ങളിൽ മുഖത്ത് തുപ്പും നമ്മൾ ഒന്നൊന്ന് ചെല്ലും ചിരിക്കും. അതെ, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ അത് മാറണം. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് അവരുടെ ഓഫീസ് ഉദ്ഘാടന സമയത്ത് നമ്മൾ കണ്ടതാണ്. ആ ഫോട്ടോയിൽ മുമ്പിൽ വരാൻ വേണ്ടി എന്ത് ഇടിയാണ് അവർ നടത്തുന്നത്. ഇതൊക്കെ അവർക്ക് അറിയില്ല അതിൻ്റെ ഇമേജ് ലോസ് എന്ന് പറയുന്നത്. ഇതൊക്കെ പുറത്തു വരുന്ന സമയത്ത് എപ്പോഴും അത് വലിയ ഇമേജ് നഷ്ടം അവർക്ക് ഉണ്ടാക്കുന്നത്. കുറച്ചു കാലം മുമ്പാണ് സുധാകരനും അതേപോലെ തന്നെ VD സതീശനും മൈക്കിന് വേണ്ടി തല്ലുപിടിക്കുന്നതൊക്കെ വന്ന് ചർച്ച. ഇതൊക്കെ അവർക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ മുൻകരുതലെടുക്കേണ്ടതാണ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ സംഘടനാ ക്രമീകരണങ്ങൾ വരുത്തേണ്ടതാണ്. സുധാകരനെ മാറ്റാതെ തന്നെ വേറെന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും പൊതുവെ അവർക്ക് ഗുണകരമായി തീരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.